പിന്നെ അതിന് ശേഷം അപ്പൊ ബോർഡ് വലിച്ചിട്ടുണ്ട്. ഇല്ലായിരുന്നേ ഞാൻ ഇപ്പൊ ഒരു ചെസ് ചാമ്പ്യനായി നിൽക്കണ്ടായിരുന്നു. അയ്യോ എന്തൊരു കഥ. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ഇട്ട് തരട്ടെ. അല്ലാണ്ട് സത്യം ഞാൻ ചെസ് ഒരു ബോർഡ് മേടിക്കുന്നതിന് എന്ത് ചെലവുണ്ടായിരുന്നു അന്ന് നമ്മുടെ ആ പ്രായത്തിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ സാഹചര്യം അങ്ങനെ കുറെ സാഹചര്യങ്ങളൊക്കെ അന്ന് നീയല്ലേ അറബിന് വേണ്ടി വീട്ടിൽ പട്ടിണി കിടന്ന നീയാണോ ചെസ് ബോർഡിന്റെ കണക്ക് പറയുന്നത്? അല്ല അത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചെസ് ചാമ്പ്യൻ ആയത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചെസ് ചാമ്പ്യൻ എന്ന് പറയുമ്പോ അവിടുത്തെ അല്ല ജില്ലയില് 7ാം സ്ഥാനം. ജില്ലയിൽ 7ാം സ്ഥാനം. അതെങ്ങനെ ചാമ്പ്യൻ ആവും? അല്ല അതെങ്ങനെ ചാമ്പ്യൻ ആവുന്നത്? എന്റെ മനസ്സിൽ ഞാൻ ഒരു ചാമ്പ്യൻ തന്നെയാണെന്നാ എപ്പോഴും. എടാ നീ ജീവിക്കും കേട്ടോ എവിടാണേലും. അല്ല എന്റെ മനസ്സിൽ ഞാൻ ഒരു ചാമ്പ്യൻ ആണെന്നാ. ഞാൻ അവരുടെ കണ്ണ് ഞാൻ 7ാം സ്ഥാനക്കാരുള്ള എന്റെ മനസ്സിൽ ഒരു ചാമ്പ്യനാണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് ഇപ്പോഴും വീട്ടില്. ആണല്ലേ? അണ്ണാ ജില്ലയിൽ 7ാം സ്ഥാനം. അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജില്ലയിലെ ചെസ്സിനൊക്കെ 7ാം സ്ഥാനം കിട്ടുന്നത്. 7ാം സ്ഥാനത്തിന് എന്ത് സർട്ടിഫിക്കറ്റാ കിട്ടുന്നത്? You are playing to 7th position. എന്നിട്ട് ആ സ്കൂളിന്റെ പ്രിൻസിപ്പളിന്റെ ഒപ്പും. ഇതപ്പോ സ്കൂളിൽ വന്നിട്ട് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. അതാണ് സംഭവം. അതാണ് സംഭവം. അത് പങ്കെടുക്കുന്ന എല്ലാവർക്കും കൊടുക്കും. ആണല്ലേ? അതിൽ 7ാമത്തെ പൊസിഷൻ ഒന്നുമില്ല. ഒന്നുകൂടെ വായിച്ചു നോക്കിയാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് നന്ദി എന്ന് പറഞ്ഞ പ്രിൻസിപ്പളിന്റെ ഒപ്പം അത് എല്ലാവർക്കും കിട്ടും. അല്ല നമ്മള് പിന്നെ വേറെ സ്പെഷ്യൽ ആക്ടിവിറ്റീസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. എന്താ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? നമ്മള് ഓണത്തിന് ക്ലബിൽ പോകും, നാരങ്ങ സ്പൂണ്, ഇതൊക്കെ അല്ലേ എക്സ്ട്രാ കരിക്കുലർ? അതൊക്കെ ഒരു കാലമല്ലേ? അച്ചീവ്മെന്റ്സ് ആണ്. അതൊക്കെ നമുക്ക് അതൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. നമ്മള് ഗെയിമിംഗ് ആണ് പറഞ്ഞത് ഇങ്ങനത്തെ. അപ്പൊ